നമസ്കാരം. എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, അതാണ് അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. മനുഷ്യക്കാരനായിട്ടാണ് എന്താണ് നിങ്ങളെന്താ പറയുന്നത്? നല്ല തിരിച്ചുവരവാണ്, അത് പറയാതിരിക്കാൻ നിർത്തിയില്ല. അല്ല, എന്താണ് നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ എന്താ തോന്നിയത്? നല്ല സിനിമ. തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചൊരു റെസ്പോൺസ് തന്നെയാണ് ആളുകൾ തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും. പ്രത്യേകിച്ച് അലീഷിൻ്റെ ഒരു തിരിച്ചുവരവ് എന്നുള്ളൊരു അക്ഷരാർത്ഥത്തിലുള്ള ഒരു വേറെ മാറ്റത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. ഇതുവരെ ഒരു കോമഡി ട്രാക്കിലൂടെ പോയിരുന്ന ആൾ തികച്ചും വ്യത്യസ്ത മലയാളത്തിലെ വമ്പൻ നടന്മാർ ചെയ്തിരുന്ന ടൈപ്പ് ഒരു കഥാപാത്രമായിട്ടാണ് അലീഷ് വരുന്നത്. അതാണ് അതിൽ ഏറ്റവും വലിയ തിരിച്ചുവരവായിട്ടാണ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, അല്ല തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, ഇത് വിജയിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അല്ലേ, കോമഡി വേഷത്തിൽ നിന്നും ഇതുവരെ കണ്ടുള്ള സംഭവമല്ല. സിനിമ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാം. നല്ല സെൻറ്റിമെൻറ്റിലൊക്കെ ഉള്ള സിനിമയാണ്. ഇത്തിരി പഴയ കാലത്തെ സ്റ്റോറിയാണ്, കുറച്ച് ലേറ്റസ്റ്റ് അല്ല, നന്നായിട്ട് നല്ല നല്ല സിനിമയാണ്. നന്നായിട്ട് ചെയ്യാൻ പറ്റി, അതിന് റോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫാമിലി ഓറിയൻറ്റഡ് മൂവി ആയതുകൊണ്ട് നല്ല മൂവിയാണ്, കാണാൻ വാച്ചബിൾ മൂവിയാണ്. ഇമോഷണൽ ഫീലിംഗ് നമുക്കത് കാണുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരാളായിട്ട് റിയൽ ലൈഫ് ഇൻസിഡന്റ് പോലെയാണോ? അതെ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു കോമൺ കൈൻഡ് ഓഫ് ഫേസ് ചെയ്ത കുറേ ഇഷ്യൂസ് വന്ന് വരുന്ന ഒരു മൂവി തന്നെയാണ് കാണിച്ചത്. വളരെ നല്ല സിനിമയാണ്. നല്ല ഇങ്ങനത്തെ സിനിമകൾ ഓടണം. നല്ല വളരെ ക്ലാസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നല്ല എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഫോട്ടോഗ്രാഫിക്കാണ്. മധുരക്കണക്കെന്ന സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു മധുര പ്രതികാരം പോലെ തോന്നും. അതായത് ശരിക്കും കണക്ക് ഭാഷ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം അതാണ് അതിൻ്റെ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത്. പല വ്യതിയാനങ്ങളിലൂടെ പോകുന്ന ഒരു കഥാപാത്രം ഹരീഷ് പേരുടെ. അതുപോലെ ഹരീഷ് കാണാറുണ്ട് എല്ലാവരായിട്ട് പറഞ്ഞില്ല ഇതുപോലെ അതുപോലെ തമിഴ് പാലാടി നിഷാ സാരംഗ് ഇവരൊക്കെ മത്സരിച്ചറിയിച്ചിട്ടുണ്ട്. ഇതിലുപരി ഹരീഷ് പേരുടെ മകൻ വിഷ്ണു പേരുടെ ഒരു ഗംഭീര ക്യാരക്ടർ നായകനാണ് ചെയ്തിട്ടുണ്ട്. ഒരു നായകന് വേണ്ട എല്ലാവിധ ഇഷ്ടമുള്ള വ്യക്തിയാണ്. നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഗാനങ്ങളുണ്ട്. മാമിനാൻ നിജാമാണ് നായികയായിരുന്നത്. സെന്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പാട്ടുകളുള്ള പിന്നെ ഇത് രാധേശ്യാം എന്ന പ്രൊഡക്ഷൻ കൺട്രോൾ നിരവധി വർഷം സിനിമയിലെ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്ത രാധേശ്യാമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷനാണ്. അല്ലാത്തൊരു നല്ലൊരു കഥ മധുരക്കണക്ക് തന്നെ. നമ്മുടെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളും നമ്മൾ പഠിച്ചു വരുമ്പോഴുള്ള അതിന് താഴ്ന്നുള്ള നമ്മൾ സ്കൂൾ തലങ്ങളിൽ കിട്ടിയ അറിവ് പിന്നീട് ജീവിതത്തിൽ എങ്ങനെ പ്രാക്ടിക്കലാക്കാതെ കാണിക്കുന്ന ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം കുറേ കാലത്തെ പ്രത്യേകിച്ച് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്ന ശാന്തകുമാർ നമ്മുടെ കൂടെ ഇല്ല. അത് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട്. അതൊന്ന് പൂർത്തീകരിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ ഈ നിമിഷത്തിൽ ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് നിറയുന്നു. കാരണം ഇങ്ങനെയൊരു മുഹൂർത്തം തന്നെയായിരുന്നു ഞങ്ങൾ ഈ സിനിമയുടെ ആലോചന വേളയിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളടക്കമുള്ള എല്ലാവരും അത് തിരിച്ചു പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. ഇനി അത് തിയേറ്ററുകളിലേക്ക് ഓരോ കുടുംബങ്ങളും ഒറ്റയ്ക്കല്ല കുടുംബസമേതം വന്ന് കാണേണ്ട സിനിമയാണ്. കുടുംബങ്ങളുടെ നിലനിൽപ്പും പറയുന്ന സിനിമയാണ്. നമുക്കറിയാം, എല്ലാവരും നമുക്ക് പുറത്തേക്ക് നമ്മൾ ചിരിച്ചു കാണിക്കുമ്പോഴും ഓരോ കുടുംബങ്ങളും ഓരോ മനുഷ്യനും ഉള്ളിൽ അനുഭവിക്കുന്ന ഒരുപാട് വേദനകൾ, ഓരോ EMIകൾ അല്ലേ, ഇവിടെയാണ് ഈ കഥയുടെ പ്ലോട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുടുംബങ്ങൾ ഏറ്റെടുക്കേണ്ട സിനിമയാണ്. അങ്ങനെ തന്നെ ഈ സിനിമ തിയേറ്ററുകൾ നടക്കണം. അതിൻ്റെയാണ് ഞങ്ങൾ കഥയില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊരു കഥയുള്ളൊരു മൂവിയാണ്. ശരിക്കും മാതാപിതാക്കള് മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിയുമ്പോൾ അവർ കല്യാണം കഴിച്ചങ്ങ് പോകും. പിന്നീട് അതിനുശേഷം ഒരു മിഡിൽ ഫാമിലിയിൽ നിന്നാണെങ്കിൽ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് ഈ സിനിമ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇതിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതും ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ആ കല്യാണം കഴിച്ച് പോകുന്ന പെൺകുട്ടിയേക്കാൾ എന്താണ് വേദന അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ് അല്ലേ. അപ്പോൾ തീർച്ചയായും എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. മക്കൾ
പണ്ടൊക്കെ നമ്മൾ അങ്ങനത്തെ മൂവീസാണ് കണ്ടിട്ടുള്ളത് അല്ലേ? കുടുംബ ബന്ധങ്ങൾ കഥ പറയുന്ന കുറേ മൂവീസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ആ ഒരു ഫീലിംഗ് കണ്ടിറങ്ങിയിട്ടും അതിനകത്ത് ആ വേദനകളൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും പോകണ്ട. കുറേ ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പടത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞൊരു ക്ലൈമാക്സ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ്. അപ്പോൾ എല്ലാവരും കണ്ടാൽ മാത്രമേ ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ ലൈഫിനെ കുറേ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒരു മിഡിൽ ഫാമിലിയുടെ ലൈഫിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്സ്. സിനിമ നല്ല രസമുള്ള ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ല രസമുള്ള സിനിമയാണ്. എൻ്റെ കഥാപാത്രത്തിനെ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഹരീഷിൻ്റെ കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഹരീഷ് ഇത്രയും നാൾ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് ചെയ്തത്. ഒരു നെഗറ്റീവ് ഷെയറുള്ള ക്യാരക്ടർ. നമ്മുടെ കഥാപാത്രം പോലെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ടൈപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഡയറക്ടർ ഒരു വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് എനിക്ക് തന്നത്. അത് ചെയ്യാൻ പറ്റി, വലിയ സന്തോഷം. എന്തായാലും സിനിമ ഒരു കുഞ്ഞു സിനിമയാണ്, വലിയ താരങ്ങളൊന്നുമില്ലാത്ത സിനിമയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഹരീഷ് ഒരു പാറ്റേൺ ഒക്കെ നല്ലൊരു പാറ്റേണൊക്കെ മാറ്റിയിട്ട് വ്യത്യസ്തമായൊരു പാറ്റേണാണ് പഠിച്ചത്. എല്ലാവരും സിനിമ കാണാൻ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. കുടുംബത്തോടെ ആസ്വദിക്കാൻ പറ്റുന്ന ഗംഭീരമായൊരു മൂവി. എന്താ പറയുക, നമ്മളെയൊക്കെ മനസ്സിനെയൊക്കെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ഒരു കഥയാണ്. നല്ലൊരു കഥയുടെ ഗതിയുണ്ട്. അങ്ങനെ ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എല്ലാവരും കുടുംബത്തോടെ തിയേറ്ററിൽ പോയി തന്നെ കാണണം. എന്താ പറയുക, നല്ലൊരു ക്യൂട്ട് സിനിമയാണ്. എന്താ അഭിപ്രായം? തന്നെ നല്ല ഹേർട്ട് ചെയ്തു. ഞങ്ങൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഓറിയൻ്റാണ്, എല്ലാവരും കാണാൻ പറ്റുന്ന എല്ലാവർക്കും കാണണം. നല്ല സിനിമയാണ്, കിഡ്സ് ഓറിയന്റ് മൂവിയാണ്. നല്ല അതെ പ്രശ്നങ്ങൾ അടിപൊളിയാണ്. അടിപൊളി സിനിമ, എല്ലാവരും കാണാം. താങ്ക് യു. ഇതിലെ നായിക ഇപ്പം ഇതിലിപ്പോൾ നിങ്ങൾക്കൊക്കെ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിലെ നായകൻ എന്ന് പറയുന്നത് ഇതിലെ കഥയാണ്. ഏത് ആളുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ പടം കാണുന്നതനുസരിച്ചിരിക്കും ഇതിൽ ആരാണ് നായകൻ. അത് തന്നെ ഈ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. കഥയാണ് ഇതിലെ നായകൻ. പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയൊരു ഫാമിലി ഡ്രാമ ത്രില്ലറാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. നമ്മുടെ കുറേ എല്ലാ പടങ്ങളുടെ കൂടെയൊക്കെ തന്നെയാണ് നമ്മളെ പടം ഇറങ്ങുന്നത്. എല്ലാ പടങ്ങളും പോയി കാണുക. അപ്പം കൂട്ടത്തിൽ നമ്മളെ പടവും കാണുക. നിങ്ങളൊക്കെ വന്ന് തിയേറ്ററിൽ കാണുന്നതിലാണ് ഇതിൻ്റെ വിജയം ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. നല്ലൊരു പടമാണ്. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പോഴും നടക്കുന്ന, പഴയത് പുതിയതെന്നില്ലാതെ ഇപ്പോഴും നടക്കുന്ന, നമ്മുടെ ചുറ്റുവട്ടത്ത് എപ്പോഴും കാണുന്ന ഒരു കഥയാണ്. ഇതിലെ കഥാപാത്രങ്ങളാണെങ്കിൽ നിങ്ങൾ റിയൽ ലൈഫിൽ അവിടെ ഇവിടെ കാണുന്ന ആൾക്കാരാണ്. കുറേ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ പടമാണ്. എല്ലാവരും വന്ന് കണ്ടിട്ട് നിങ്ങളൊക്കെ വിലയേറിയ അഭിപ്രായമാണ്. എന്നിലുള്ള ഒരു ആക്ടറിനെ വളർത്താനും അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഈ പടത്തിൻ്റെ വളർച്ചയ്ക്കാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ടാകും. അപ്പോൾ എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണും. താങ്ക് യു. അച്ഛൻ്റെ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അച്ഛൻ്റെ കൂടെ എന്തായാലും അഭിനയിക്കുന്നതിന് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛൻ്റെ കൂടെ 1-2 സീൻസ് ഉണ്ട് ഒരുമിച്ചുള്ളത്. അപ്പം ആ ദിവസം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഷൂട്ടായിരുന്നു. അപ്പോൾ അത് ഫൈനലായിട്ട് അച്ഛൻ്റെ കൂടെ അഭിനയിച്ച് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അത് ഓബിയസ്ലി സന്തോഷം ഉണ്ടായി. പടം നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ്. വളരെ ചെറിയൊരു സിനിമയാണ്. അപ്പോൾ കളങ്കാവലൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. ആ ബഹളത്തിൻ്റെ ഇടയിൽ ഈ നമ്മുടെ എന്താ പറയുക, അടുതോം പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ നെക്ലേസ് മുക്കിക്കളയല്ലേ എന്നാണ് പറയാനുള്ളത്. വളരെ ചെറിയൊരു പടമാണ്. നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഹരീഷ് കണാറിൻ്റെ വ്യത്യസ്തമായൊരു വില്ലൻ കഥാപാത്രം, ഇതുവരെ കോമഡി ക്യാരക്ടറിൽ മാത്രമാണ് കണ്ടത്. അതിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ല വില്ലൻ ക്യാരക്ടറായിട്ട് ഹരീഷ് കണാറിൻ്റെ ഈ സിനിമയിലുണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ സുഹൃത്തുക്കളെ കേൾക്കുന്ന ആളുകൾ ഒക്കെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നിരാശപ്പെടുത്തില്ല എന്നാണ് പറയാനുള്ളത്. എല്ലാവരും ഈ ചെറിയ സിനിമയൊന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. നല്ലൊരു സിനിമയാണ് നമ്മളിപ്പോൾ മധുരക്കണക്ക് കാഴ്ച വെച്ചിരിക്കുന്ന മലയാളികളുടെ മുമ്പിലേക്ക് ഇന്ന് മുതൽ റിലീസിൽ തിയേറ്ററുകൾ എല്ലാ കേന്ദ്രങ്ങളിലും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ സിനിമ കാണണം, സിനിമ കണ്ട് വിജയിക്കുക. പ്രത്യേക ഒരു വ്യത്യസ്തമായ ഒരു കഥയാണ്. എല്ലാവരും വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സിനിമ കണ്ടു, നല്ല മൂവി. ഇത് നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്. ഇമോഷണൽ ആയി കുറേ ടൈമിൽ. പിന്നെ ഹരീഷേട്ടൻ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നല്ല പെർഫോമൻസാണ്. ഹരീഷേട്ടൻ്റെ മോനും ഒരു പുതിയ എൻട്രി ആയിട്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളി, നല്ല സോങ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഹരീഷ് കണാറിൻ്റെ റോൾ എങ്ങനെയുണ്ടായിരുന്നു? അതായത് നന്നായി ചെയ്തിട്ടുണ്ട്.
സാധാരണ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളല്ലേ ഇമോഷണൽ ഹർഷേന്റെ വാക്സിൻ പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നല്ല ഇമോഷണൽ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാവരും നന്നായി ചെയ്തു. ഗുഡ് പെർഫോമൻസ്.